മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു കുക്കിംഗ് വ്ളോഗ് ആയാലോ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് കുട്ടികൾക്കൊക്കെ രാവിലെ സ്കൂളിലേക്ക് ടിഫിനിൽ കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ളൊരു പരാത്തയുടെയാണ്. മട്ടർ അല്ലെങ്കിൽ ഗ്രീൻ പീസ് പരാത്ത. ഇത് കൂടെ തന്നെ ഇത് കൂട്ടി കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ചട്നിയും കൂടി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഈ ഒരു മട്ടർ പരാത്ത റെഡിയാക്കാനായിട്ട് പച്ച മട്ടർ, അതായത് ഗ്രീൻ പീസാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരാത്ത കിട്ടാനായിട്ട് റോ ഗ്രീൻ പീസാണ് കേട്ടോ നല്ലത്. അതുപോലെ തന്നെ പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ നന്നാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം 2 പച്ചമുളക് നെടുകെ കീറിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 6-7 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കാം. ഇനി അതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ആ നന്നാക്കി വെച്ചിട്ടുള്ള ഗ്രീൻ പീസും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം. ഉപ്പും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് ഇളക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഞാനതൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് കുക്കിംഗ് ടൈം ഒരു 5 മിനിറ്റ് എടുക്കുന്നുള്ളൂ കേട്ടോ. 2 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് കുക്കായി കിട്ടും അടച്ച് വെച്ച് വേവിക്കുമ്പോൾ. വെള്ളമൊന്നും ചേർക്കണ്ട, വെറുതെ അടച്ച് വെച്ച് നമുക്കത് 2 മിനിറ്റ് വേവിച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഇത് വാങ്ങി വയ്ക്കാം കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും വെന്തിട്ടുണ്ടാവും, അത് വാങ്ങി വയ്ക്കാം. ഇതിപ്പോൾ വേണമെങ്കിൽ നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ വേവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 7 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡി ആയി കിട്ടും കേട്ടോ. അടച്ച് വയ്ക്കുന്ന അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെ തുറന്ന് നോക്കിയപ്പോൾ നമുക്കൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മാറ്റി വയ്ക്കാം. ഇത് ചൂടാറിയ ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് പരാത്തയ്ക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ആട്ടയാണ് കേട്ടോ എടുക്കുന്നത്. ഈ ഒരു ബൗളിൽ 2.5 ബൗൾ എടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതൊക്കെ നന്നായിട്ട് കൈവച്ചൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് വേണം കേട്ടോ അതൊന്ന് കുഴച്ചെടുത്ത് നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നേരം അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മളുടെ പരാത്ത നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന നേരം കൊണ്ട് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഒന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട, വെറുതെ ഒന്ന് അരച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്ത കാരണം ഭയങ്കര പേസ്റ്റായിട്ടൊന്നും കിട്ടില്ല. നമുക്കിത് ഇടയ്ക്കിടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന പരുവത്തിൽ വേണം ഇതുപോലെ അരച്ചെടുക്കണം. ഇനി അത് ഞാൻ മാറ്റിയിട്ട് അതിലേക്ക് തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ചട്നി റെഡിയാക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും 1 പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു അര ചെറുനാരങ്ങയുടെ ജ്യൂസും കൂടി ചേർക്കുന്നുണ്ട്. മൊത്തം ചേർക്കുന്നില്ല, ഒരു 3/4 ഭാഗം ചേർക്കുന്നുള്ളൂ. അതും കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഞാൻ ഫസ്റ്റ് ഒന്ന് അരച്ചപ്പോൾ അത് അരയുണ്ടായിരുന്നില്ല, അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർക്കേണ്ടി വന്നു. അത് മാറ്റി വയ്ക്കുക. ആ സമയം കൊണ്ട് നമ്മളുടെ മാവൊക്കെ നന്നായിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനാക്കിയുള്ള ടൈം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇതൊന്ന് നടുക്ക് ഇങ്ങനെ കുഴിയാവുന്ന തരത്തിൽ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്യണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മട്ടർ മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് നമ്മൾ ഉരുളയാക്കി എടുക്കുക. ദോശക്കല്ലല്ല ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുക. ഇതിങ്ങനെ നമുക്ക് ഈ കൊഴുക്കട്ടയ്ക്ക് ഉണ്ടാക്കില്ലേ ആ ഒരു സ്റ്റൈൽ തന്നെയാണ് കേട്ടോ ഈ ഒരു സംഭവം. നമ്മൾ കൊഴുക്കട്ടയ്ക്ക് അരിപ്പൊടിയിൽ ചെയ്യും, നമ്മൾ ഈ ഒരു എന്താ പറയുക ഗോതമ്പ് മാവിൽ ചെയ്യണം, അത്രേ ഉള്ളൂ വ്യത്യാസം. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ പൊടിയിൽ ഇട്ട് മുക്കി പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളുടെ പറാത്തയ്ക്കുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ദോശക്കല്ലിൽ വെച്ചൊന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പറാത്ത റെഡി. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്താലാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നുള്ളൂ. വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നും. പക്ഷേ ഈ പച്ച ഗ്രീൻ പീസ് എടുത്ത കാരണം കൊണ്ട് നമുക്ക് വലിയ കുക്ക് ചെയ്യാൻ കുറേ ടൈമൊന്നും എടുക്കുന്നില്ല. നന്നായിട്ട് നമുക്കിത് പൊങ്ങി വരും കേട്ടോ. നമ്മളത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒരു മയത്തിന് വേണ്ടി ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ മട്ടർ പറാട്ട റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് വേണ്ട ചട്നിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഒന്ന് നിങ്ങൾ ഇതുവരെയും ചെയ്തിട്ടില്ലെങ്കിലൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ കൊടുത്തു, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. എൻ്റെ മോൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ തയ്യാറാക്കുന്നതും അവർക്ക് കൊടുത്തയക്കാൻ വേണ്ടി തന്നെയാണ്, മോന് വേണ്ടി. അപ്പോൾ അവനാണ് ഇങ്ങനത്തെയൊക്കെ ഈ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പറാത്തകളൊക്കെ ഇഷ്ടം. ഈ മട്ടർ പറാത്ത, ആലു പറാത്ത അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് മോന്.
അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളിൽ ആ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവം ശരിക്കും ഇങ്ങനെ കാണാം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് കുറച്ചധികം ആ ഒരു സ്റ്റഫിങ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ലെയർ പോലെ അത് ഇരിക്കുന്നത് കാണാം. നല്ല കട്ടിക്ക് ഇരിക്കുന്ന കാണാം. ഇതിപ്പോൾ ഞാൻ കുറേ അധികം ഒന്നും വെച്ചിട്ടില്ല. കൂടുതലായി കഴിഞ്ഞാലും സുഖം ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മക്കൾക്ക് മോന് കൊണ്ടുപോകുമ്പോൾ. നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ആ ഒരു ചട്നി കൂട്ടി കഴിക്കാനൊന്നും അങ്ങനെ നിർബന്ധമൊന്നുമില്ല, വെറുതെ നമുക്ക് കഴിച്ച് തിന്നാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു റെസിപ്പിയുടെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.